നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹിതനായ യുവാവിനെ ലിവ്-ഇൻ പങ്കാളിയായ യുവതി അതിക്രൂരമായി കുത്തിക്കൊന്നിരിക്കുകയാണ്. ബലിയവാസ് സ്വദേശിയായ ഹരീഷാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അശോക് വിഹാർ സ്വദേശി യശ്മീത് കൗറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ യുവതിക്ക് പ്രായം 27 വയസ്സും കൊല്ലപ്പെട്ടിട്ടുള്ള യുവാവിന് 42 വയസ്സാണ് പ്രായം. ഭാര്യയെയും മക്കളെയും കാണാൻ പോകുന്നതിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അതായത് കൊല്ലപ്പെട്ടിട്ടുള്ള ഹരീഷിന് മറ്റൊരു ഭാര്യയും കുട്ടിയുമുണ്ട്. പക്ഷേ വർഷങ്ങളായിട്ട് അവരുമായി പിരിഞ്ഞു നിൽക്കുകയും പുതിയ ലിവ്-ഇൻ പങ്കാളിയുമായിട്ടാണ് ജീവിച്ചു പോന്നിരുന്നത്. എന്നാൽ കുറച്ചു കാലമായിട്ട് ഭാര്യയും മക്കളെയും കാണാൻ പോകുന്നത് ഹരീഷ് തുടരുകയാണോ? ഇതിലുള്ള തർക്കങ്ങളും പിന്നീടുണ്ടായ സംസാരമൊക്കെയാണ് ഇപ്പോൾ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ ഹരീഷ് 2 പെൺമക്കളുടെ പിതാവായിരുന്നു. ഹരീഷിന്റെ ഭാര്യ കുറെ കാലമായി രോഗബാധിതയാണ്. അതിനാലാണ് അദ്ദേഹം കുടുംബവുമായി വേർപിരിഞ്ഞ് 27 വയസ്സുള്ള യുവതിയായിട്ടുള്ള യശ്മീതിനൊപ്പം താമസിക്കുകയായിരുന്നു. പിന്നീട് ഹരീഷ് ഭാര്യയുമായും കുടുംബവുമായി ബന്ധപ്പെടുന്നത് യശ്മീതിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. സംഭവ ദിവസം ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി. ആ ദേഷ്യത്തിലാണ് യശ്മീത് ഹരീഷിന്റെ നെഞ്ചിൽ ആഞ്ഞു കുത്തുകയായിരുന്നു. തലേന്ന് ഹരീഷ് തന്നെ കാണാൻ എത്തിയിരുന്നുവെന്നും 7 ലക്ഷം രൂപ വാങ്ങി മടങ്ങിപ്പോയെന്നും ഹരീഷിന്റെ ബന്ധുവായ ഭരത് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ യശ്മീത് തന്നെ മരണവിവരം വിളിച്ച് അറിയിക്കുകയും ചെയ്തെന്നാണ് ഭരത് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. യശ്മീത് കൗറിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റിലായ യശ്മീതിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഹരീഷിനെ കുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തിട്ടുണ്ട്. പരിക്കേറ്റ ഹരീഷ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഏതായാലും കുത്തേൽക്കുന്നതിന്റെ തലേദിവസം ഹരീഷ് തന്നെ കാണാൻ എത്തിയിരുന്നെന്നും 7 ലക്ഷം രൂപ വാങ്ങി മടങ്ങിപ്പോയെന്നാണ് ഹരീഷിന്റെ ബന്ധുവായ ഭരത് പറഞ്ഞിരിക്കുന്നത്. വിജയ് എന്ന ആളാണ് ഹരീഷിനെ കാറിലെത്തി കൂട്ടിക്കൊണ്ടുപോയത്. തൊട്ട് പിറ്റേന്ന് രാവിലെ 7 മണിയോടെയാണ് യശ്മീത് തന്നെ വിളിക്കുകയും ഹരീഷ് മരിച്ചതായി അറിയിക്കുകയും ചെയ്തെന്നും ഭരത് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ ഒരു 7 ലക്ഷം രൂപ എന്തിനാണ് ആ തലേ ദിവസം ഇത്തരത്തിൽ ഹരീഷ് വന്ന് വാങ്ങിപ്പോയതും ആ തുക ഇപ്പോൾ എവിടെ എന്നുള്ളതും സംശയമുണർത്തുകയാണ്. പോലീസ് അത് അന്വേഷിക്കുകയാണ്. ഹരീഷിനെ കുത്താൻ ഉപയോഗിച്ച കത്തി ഈ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഈ ഹരീഷിനെ അവസാനമായിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള വിജയനെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. എന്തിനാണ് ഭരത്തിൽ നിന്ന് 7 ലക്ഷം രൂപ ഹരീഷ് വാങ്ങിയത് എന്നതിനെ കുറിച്ചും ഇയാളോട് ചോദിക്കുമെന്നാണ് പോലീസ് അടക്കം അറിയിച്ചിരിക്കുന്നത്. ഇനി ഈ പറയുന്ന പോലെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ലിവ്-ഇൻ പങ്കാളിയായിട്ടുള്ള യശ്മീത് നടത്തിയിട്ടുള്ള കൊലപാതകമാണോ, മറ്റാരുടെയെങ്കിലും സഹായം ഈ കൊലയ്ക്ക് യശ്മീതിന് ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ്. പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭാര്യയെ കാണാൻ നിരന്തരം പോകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരമായിട്ട് പോലീസ് അടക്കം അറിയിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലെന്ന് മാത്രമായിരിക്കും മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യം അറിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസം കേരളത്തിലടക്കം ഇത്തരത്തിൽ അധീന എന്ന് പറയുന്ന യുവതിയും ഇത്തരത്തിൽ കാമുകനെ കുടിവെള്ളത്തിൽ കീടനാശിനി കലക്കി കൊലപ്പെടുത്തിയ സംഭവം ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്. ഈ പറയുന്ന കൊല്ലപ്പെട്ടിട്ടുള്ള അൻസിൽ എന്ന് പറയുന്ന യുവാവിനും മറ്റൊരു ഭാര്യയും അതുപോലെ തന്നെ ഒരു കുട്ടിയുമുണ്ട്. എന്നിട്ടാണ് ഇവരുമായിട്ട് കുറെ കാലമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പിന്നീട് യുവതിക്ക് മറ്റൊരു ബന്ധമുണ്ടോ എന്ന് സംശയിച്ചുകൊണ്ട് ഇരുവരും തമ്മിൽ തർക്കം പതിവാവുകയും അത് പിന്നീട് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. അത് കൃത്യമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ടാണ് യുവതി കീടനാശിനി വാങ്ങുകയും യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വെള്ളത്തിൽ അത് നൽകുകയും ചെയ്തത്. മരണപ്പെട്ടു എന്നാണ് വിചാരിച്ചത്. അതിനുശേഷം പോലീസിനെയും ബന്ധുക്കളെയൊക്കെ തന്നെ യുവതി തന്നെയാണ് വിളിച്ചു പറഞ്ഞത്. ഒരു ആത്മഹത്യ നാടകമാക്കിയിട്ട് അതിനെ തീർക്കാനായിരുന്നു യുവതി ശ്രമിച്ചത്. പക്ഷേ യുവാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ഇയാൾക്ക് പെട്ടെന്ന് ബോധം വരികയും അടുത്തുണ്ടായിരുന്ന സുഹൃത്തിനോട് അവൾ എന്നെ ചതിച്ചു, അവൾ എനിക്ക് വിഷം തന്നു എന്ന് പറയുകയും ചെയ്തു. ആ ഒരു മൊഴിയാണ് കേസിലേറെ നിർണായകമായത്. തീർച്ചയായിട്ടും പോലീസ് എന്തായാലും ഇവരെ പിടിക്കും. പക്ഷേ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ പ്രതി ഇവരാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഏതായാലും അവരും റിമാൻഡിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യലെന്ന് മാത്രമായിരിക്കും. മറ്റാരെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ.